എല്ലാവർക്കും സ്റ്റിച്ച് ഫൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ആരിയിൽ സ്റ്റെം സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആരിയിൽ നമ്മൾ രണ്ട് രീതിയിലാണ് സ്റ്റെം സ്റ്റിച്ച് ഉപയോഗിക്കുന്നത്. അപ്പം അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ രീതിയാണ് ഞാനിപ്പം കാണിക്കുന്നത്. സിൽക്ക് ത്രെഡാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. 2 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ ആദ്യം നമുക്ക് ഒരു ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ചെറിയ സ്റ്റിച്ച് ഇട്ടിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം നമുക്ക് നീളത്തിൽ ഒരു ചെയിൻ സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ, അത് നമുക്ക് നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്ത ചെയിൻ സ്റ്റിച്ചിൻ്റെ റൈറ്റ് സൈഡിൽ വേണം ഇറക്കി കൊടുക്കാൻ. അപ്പോൾ റൈറ്റ് സൈഡിൽ ഇറക്കി കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ എടുത്ത സ്റ്റിച്ചിൻ്റെ നടുക്ക് ഭാഗത്ത് വേണം ഇതേപോലെ നീഡിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് ത്രെഡ് ഇതുപോലെ വലിച്ചു കൊടുക്കാം. അപ്പോൾ അവിടെ ഒരു നോട്ട് പോലെ വരും, കണ്ടോ. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നീളത്തിലുള്ള ഒരു ചെയിൻ സ്റ്റിച്ച് ഇതേപോലെ തയ്ച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ, അത് നമുക്ക് റിവേഴ്സിൽ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എവിടെയാണോ ഇപ്പം നോട്ട് വന്നിട്ടുള്ളത് അവിടെയാണ് നമുക്ക് നീഡിൽ റൈറ്റ് സൈഡിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് നമ്മുടെ ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ എൻഡ് ഭാഗത്താണ് നമ്മൾ നീഡിൽ ഇറക്കി കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ച് തയ്ക്കാൻ ലോങ് ചെയിൻ സ്റ്റിച്ച് തയ്ക്കുന്നു. എന്നിട്ട് ത്രെഡ് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് നോട്ട് വന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ റൈറ്റ് സൈഡിൽ നമ്മൾ നീഡിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെം സ്റ്റിച്ച് തയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പം ഈ ഒരു ത്രെഡ് വലിക്കില്ലേ താഴോട്ട്, അത് കുറച്ച് ടൈറ്റിൽ വേണം കേട്ടോ വലിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ആ നോട്ട് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതേപോലെ 2 ത്രെഡും ഒരുമിച്ച് വലിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് സൈഡിലേക്കാണോ നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്നത് ആ സൈഡിലേക്ക് വേണം എപ്പോഴും നമുക്ക് പിന്നെ നീഡിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അതായത് ലെഫ്റ്റ് സൈഡാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ മാത്രം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് മാത്രം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. 2 സൈഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്യല്ലേ കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റെം സ്റ്റിച്ച് നമ്മൾ നമ്മുടെ ഡിസൈൻസിൻ്റെ ഒക്കെ തണ്ടുകളിലാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ കേവ്, റൗണ്ട് ഷേപ്പ്, ഓവൽ ഷേപ്പൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ഉപയോഗിക്കാൻ പറ്റും. ഇതിപ്പോൾ എങ്ങനെയാണ് എൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ സ്റ്റിച്ചസൊക്കെ എൻഡ് ചെയ്യില്ലേ, അതേപോലെ തന്നെ എൻ്റെ നോട്ട് ഇട്ടിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അതും നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ ചെറിയ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ ചെറിയൊരു സ്റ്റിച്ച് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു ലോങ് ചെയിൻ സ്റ്റിച്ച് തയ്ച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് ചെറിയൊരു ചെയിൻ സ്റ്റിച്ച് തയ്ച്ചു കൊടുക്കും. അപ്പോൾ ആദ്യത്തിൽ നമ്മളത് തയ്ച്ചിട്ടുണ്ടായിരുന്നില്ല, ഇതിൽ നമ്മളത് തയ്ക്കും. ഇനി നമുക്ക് റിവേഴ്സിൽ റൈറ്റ് സൈഡിൽ ഇതേപോലെ ത്രെഡ് ഇറക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ചെറിയൊരു സ്റ്റിച്ച് തയ്ച്ചു കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ലോങ് ചെയിൻ സ്റ്റിച്ച് തയ്ച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ ചെറിയൊരു ചെയിൻ സ്റ്റിച്ച് തയ്ച്ചു കൊടുക്കാം. എന്നിട്ട് ത്രെഡ് റിവേഴ്സിൽ നമ്മളിപ്പോൾ എവിടെയാണോ എൻഡ് ചെയ്തത്, നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ച് എവിടെയാണോ എൻഡായത് ആ ഭാഗത്ത് വേണം നമുക്ക് നീഡിൽ റൈറ്റ് സൈഡിൽ ഇതുപോലെ ഇറക്കി കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിച്ച് മനസ്സിലായെന്ന് കരുതുന്നു. ഈ ഒരു സ്റ്റിച്ചാണ്, അതായത് രണ്ടാമത് ഞാൻ കാണിച്ചിട്ടുള്ള സ്റ്റെം സ്റ്റിച്ചാണ് നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് തയ്ക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു ലൈൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഈ 2 സ്റ്റെം സ്റ്റിച്ച് തയ്ച്ചതിൽ എനിക്ക് രണ്ടാമത് തയ്ച്ചതാണ് കുറച്ചുകൂടി സിമ്പിളായിട്ട് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ സിമ്പിളായിട്ട് തോന്നുന്നത് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പം ഇന്നിപ്പോൾ എൻ്റെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരു ലോങ് ചെയിൻ സ്റ്റിച്ച് എടുക്കുമല്ലോ, എന്നിട്ട് നമ്മളൊരു ഷോർട്ട് ചെയിൻ സ്റ്റിച്ച് എടുക്കില്ലേ, അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ എൻഡ് ചെയ്ത് കൊടുക്കാൻ. കണ്ടോ, ലോങ് ചെയിൻ സ്റ്റിച്ച്, ഷോർട്ട് ചെയിൻ സ്റ്റിച്ച്, പിന്നെ എൻഡ് നോട്ട് ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു 2 സ്റ്റിച്ച് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ആദ്യം നമ്മൾ തയ്ച്ചിട്ടുള്ള സ്റ്റെം സ്റ്റിച്ചിന് അത്ര കട്ടി പോരാ, പക്ഷേ രണ്ടാമത് തയ്ച്ചതിന് കട്ടിയുണ്ട്. അപ്പം നമ്മുടെ ഡിസൈൻ അനുസരിച്ചിട്ട് നമുക്ക് ഏതാണോ അപ്ലൈ ചെയ്യേണ്ടത് അത് നമ്മൾ തയ്ച്ചു കൊടുത്താൽ മതി.
അപ്പോൾ രണ്ടിൽ നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് 2 സ്ട്രാൻഡ്സേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ ഇടണം കേട്ടോ വീഡിയോ പറ്റി.